പലപ്പോഴും നമ്മൾ ശിശുക്കളെ പോലെയാണ്. നമുക്ക് പല കാര്യങ്ങളുടെയും ഗൗരവമോ മഹത്വമോ ഒന്നും തിരിച്ചറിയാനായിട്ട് കഴിയാറില്ല. ആത്മീയ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ മഹത്വവും സന്തോഷവും നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. നമുക്കറിയാം, നാം നിരന്തരമായിട്ട് കേൾക്കുന്നൊരു കാര്യം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നതാണ്. പലപ്പോഴും നമുക്ക് വചനം നന്നായിട്ട് അറിയാം, പക്ഷെ നമുക്ക് ഏതളവിൽ ദൈവത്തെ അറിയാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വചനം അറിയുന്നത് കൊണ്ട് നമുക്ക് രൂപാന്തരം വന്നോണമെന്നില്ല, പക്ഷെ ദൈവത്തെ അറിയുന്ന വഴിയാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. ഈ തിരുവെഴുത്തുകളെല്ലാം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവെന്താ? ദൈവത്തെ അറിയുക, പിതാവിനെയും പുത്രനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവെന്താ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അടയാളം പറയാൻ പറ്റുമോ? ഞാൻ ദൈവത്തെ അറിഞ്ഞു, അതിൻ്റെ തെളിവ് ഇതാണ്. നമ്മളങ്ങോട്ട് പോകണമല്ല. അതിൻ്റെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുക്രിസ്തു എന്തിനാണ് വന്നേ? യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏകരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അപ്പോൾ യേശു വന്നതിൻ്റെ ഉദ്ദേശം പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായതുകൊണ്ട് തന്നെ നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? പാപത്തിൽ നിന്നുള്ള രക്ഷ നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അറിയുന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ പാപം വിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല, അല്ലേ? നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മളെല്ലാവരും ദൈവജനം പറയുന്നൊരു കാര്യം നമ്മളെക്കുറിച്ച് പറഞ്ഞത്, നാം ഒരു മരണത്തിലായിരുന്നു. മുമ്പേ നാം എല്ലാവരും പാപത്തിൽ മരിച്ചവരായിരുന്നു. നമ്മൾ ഈ വെന്റിലേറ്ററിലൊക്കെ ആക്കിയിരിക്കുന്ന രോഗികളെ നമുക്കറിയാം. കൃത്രിമ ശ്വാസമൊക്കെ കൊടുത്ത് ഒത്തിരി ഉപകരണങ്ങളൊക്കെ പിടിപ്പിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്താ ഡോക്ടർമാരൊക്കെ നിരീക്ഷിക്കുന്നത്? എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ്, ഇല്ല? ആ ഉപകരണങ്ങളിൽ ഇച്ചിരി മെച്ചപ്പെടുന്ന ലക്ഷണമൊക്കെ കാണുമ്പം ഡോക്ടർമാർ വന്നിട്ട് നമ്മളോട് പറയും, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ആൾ കുറേ കൂടെ ശ്വസിക്കാനൊക്കെ തുടങ്ങി, കൈയും കാലൊക്കെ ചലിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പം നമ്മൾ കൊരിന്ത്യർ ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. ഈ പുതിയ സൃഷ്ടിയായി എന്നുള്ളതിൻ്റെ തെളിവെന്താ? നമ്മളൊരു പുതിയ സൃഷ്ടിയായി എന്നുള്ളതിൻ്റെ തെളിവെന്താ? മരണം വിട്ട് ഈ ജീവനിലേക്ക് നമ്മൾ ചലിക്കുന്നു എന്നുള്ളതാണ്. പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു സാവകാശമായൊരു പെട്ടെന്നല്ല സംഭവിക്കുന്നത്, സാവകാശത്തിലാണ്. കാരണം ആ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് പുതുക്കം വരണം, അല്ലേ? പലപ്പോഴും ഞാൻ മീറ്റിങ്ങിലിരിക്കുമ്പം ഈ നമ്മളിങ്ങനെ പറയാറില്ല, കർത്താവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഇപ്പം എന്താ അന്നേരം ഉദ്ദേശിക്കുന്നത്? ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? എന്താ ആരാധന എന്ന് പറഞ്ഞാൽ? നമുക്കല്ല ഈ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യമില്ല, അല്ലേ? നമ്മളൊരു ചർച്ചിലായിരിക്കുമ്പം ചെറുപ്പം പോയി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരാധന എന്ന് കേൾക്കുന്നുണ്ട്. എന്നാണെന്നറിയത്തില്ല, ആരാധന എന്ന് കേട്ടാൽ അവരും വളർന്നു വരും. യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത് വചനം എന്താ ആരാധനയെക്കുറിച്ച് പറയുന്നത്? നമ്മൾ വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ആരാധനയെക്കുറിച്ച് കേൾക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്, അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ്. അബ്രഹാം തൻ്റെ ദാസന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിവിടെ താമസിപ്പീൻ, ഞാനും ബാലനും മേലെ പോയി മലയിൽ പോയി ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരാം. ആ ആരാധനയ്ക്കുള്ള യാത്രയിൽ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, ഇല്ലേ, എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പോൾ ഇസ്ഹാക്കിന് അറിയായിരുന്നു ഒരാരാധനയിൽ എന്തുണ്ട്, ഒരു മൃഗം കൂടെ കാണണം, യഹോവ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുറിയമലയുടെ മുകളിൽ ചെന്ന് താൻ യാഗപീഠം പണിതു, വിറകടുക്കി ഇസ്ഹാക്കിനെ
കൈയും കാലും ബന്ധിച്ച് അതിലെ കിടത്തി. വാളെടുത്ത് വെട്ടാൻ തുടങ്ങുമ്പോൾ ദൈവം പറഞ്ഞരുത്, നീ ഇപ്പോൾ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്തു. അതിനെ യാഗം കഴിച്ച് അവർ മടങ്ങി വന്നു. അവിടെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? താൻ ഏറ്റവും സ്നേഹിച്ച ദൈവം അങ്ങനെ പറഞ്ഞു, നിൻ്റെ ഏകജാതന ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് ആരാധന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ റോമലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, റോമർ 12 നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ ആരാധനയിൽ എന്താ സംഭവിക്കുക? നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുക. നമ്മളെ കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമുക്കറിയാം, പഴയ നിയമകാലത്ത് യാഗം കഴിക്കാണ്ടൊരു മൃഗമായിട്ട് ചെല്ലുമ്പം ആ ചെല്ലുന്നയാൾ എന്ത് ചെയ്യണം? ആ മൃഗത്തിൻ്റെ തലമേൽ തൻ്റെ കൈ വെച്ച് തൻ്റെ പാവമെല്ലാം ഏറ്റു പറഞ്ഞ ആ മൃഗത്തിന്മേൽ ചുമത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഖണ്ഡമായിട്ട് മുറിച്ചിട്ട് വേണമായിരുന്നു യാഗം കഴിക്കാൻ. അപ്പോൾ നമ്മളോട് പറയും, നിങ്ങളുടെ ശരീരങ്ങളെ അങ്ങനെ ഒരു യാഗമായിട്ട് സമർപ്പിക്കാനാണ് പറയുന്നത്. നമ്മുടെ നാവിനെ അങ്ങനെ നമ്മുടെ നാവിനെ നമ്മൾ യാഗം കഴിച്ചെന്ന് വിചാരിക്കുക. പിന്നെ നമുക്കൊരു നാവുണ്ടോ? നമ്മൾ പാടാറുണ്ട്, പാടുവാൻ എനിക്കില്ലിനി ശബ്ദം പാവനെ നിൻ സ്തുതികളല്ലാതെ. പക്ഷെ അതിനു മുമ്പ് നമ്മളെന്താ പാടിക്കൊണ്ടിരുന്നത്? നമുക്ക് വായി തോന്നുന്ന എന്തും പാടുമായിരുന്നു. നമ്മുടെ നാവിനെ ഒരു യാഗമായിട്ട് കൊടുത്താൽ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ നാവിൽ നിന്നാകാത്തതൊന്നും പുറപ്പെടരുത്. ഒരു യാഗം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാവിൽ നിന്നാകാത്തതൊന്നും പുറപ്പെടുന്നുണ്ട്. അത് കാണിക്കുന്നത് എന്താ? നമ്മൾ യാഗമായിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ യാഗമായിട്ട് കൊടുത്ത ഒരാൾക്കാണ് പറയാൻ കഴിയുന്നത്, കർത്താവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു. പക്ഷെ നമ്മളെങ്ങനെയാ പറയുന്നത്? നമ്മൾ വെറുതെ ഒരു ശൈലിയാണ്. ഞാൻ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുന്നത്? നമുക്ക് വെറുതെ ഇങ്ങനെ പറയാം, ദൈവമേ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പക്ഷേ യഥാർത്ഥ മഹത്വപ്പെടുത്തൽ എങ്ങനെ? റോമാനിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതം കൊണ്ടാണ് മഹത്വപ്പെടുത്തുന്നതും നമ്മുടെ ജീവിതം കൊണ്ടാണ് ദുഷിക്കുന്നതും. ആകാത്ത വാക്കുകൾ വായിൽ നിന്ന് വരുന്ന ഒരാൾ ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല. നമ്മൾ ദൈവത്തെ അറിയും തോറും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ താഴ്മയുള്ളവരായിക്കൊണ്ടേയിരിക്കും, കൂടുതൽ സൗമ്യതയുള്ളവരായിക്കൊണ്ടേയിരിക്കും, കൂടുതൽ ക്ഷമിക്കുന്നവരായിക്കൊണ്ടേയിരിക്കും, കൂടുതൽ കരുണ കാണിക്കുന്നവരായിക്കൊണ്ടേയിരിക്കും. പാപത്തിൽ നമ്മൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ. അതിൻ്റെ ആത്മീയ അർത്ഥം എന്താ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മുടെ കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കാറുള്ളത്, ഇപ്പം നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമല്ല നമ്മുടെ സഹോദരിയുടെ ജീവിതമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുളുണ്ട്. നമ്മൾ ആ ഇരുളിനെ എങ്ങനെയാണ് നേരിടുന്നത്? ഇരുളുകൊണ്ടാണ് നേരിടുന്നത്. നമ്മൾ വിളിച്ചത് വെളിച്ചമായിരിക്കാനാ എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്തൊരു സഹോദരിയോട് ഒരു ഭർത്താവ് എങ്ങനെ ഇടപെടണ്ടേ? വെളിച്ചമായിരിക്കുന്നൊരു ഭർത്താവാണ് എങ്ങനെ ഇടപെടണ്ടേ? കരുണയോടെയാണ്. ഞാൻ കരുണയോടെ ഇടപെടുന്നില്ലെങ്കിൽ സഹോദരി ഇരുട്ടാ, ഞാനും ഇരുട്ടാ. രണ്ടിരുട്ടും കൂടെ മീറ്റിങ്ങിന് വന്നിട്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതെന്നാണ് പറയുന്നത്. ഇരുളും വെളിച്ചം തമ്മിൽ എന്തില്ല? ഒരു കൂട്ടായ്മയും ഇല്ല. നമ്മളെ വിളിച്ചിരിക്കുന്ന ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ ശപിക്കുന്ന ഒരാളുടെ മുമ്പിൽ നമ്മളെങ്ങനെ വെളിച്ചമായിരിക്കുന്നത്? അനുഗ്രഹിക്കുന്ന വഴിയാണ്. പക്ഷേ എന്നെ ശപിച്ചിട്ട് ഞാൻ തിരിച്ച് ശപിച്ചതിന് ശേഷം ഞാൻ മീറ്റിങ്ങിന് വന്നിട്ട് കർത്താവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു പറയുമ്പോൾ എന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അവിടെ വന്നിട്ട് എനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? കരയുകയാണ് ചെയ്യേണ്ടത്. കർത്താവേ എനിക്ക് വെളിച്ചമായിരിക്കാനായിട്ട്, അനുഗ്രഹമായിരിക്കാനായിട്ട് കഴിഞ്ഞില്ല, എന്നെ തന്നെ യാഗമായിട്ട് നിനക്ക് തരാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ഹൃദയം കഠിനപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ഒരു തൃപ്തി പോകാറുണ്ട്. ദേവാലയത്തിൽ പോയ രണ്ടുപേരെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഒന്ന് പരീശനും ഒന്ന് ചുങ്കക്കാരനും. പരീശൻ എങ്ങനെയാ പോയേ? തന്നെത്താൻ നീതീകരിച്ച്, തന്നെ തന്നെ പ്രശംസിച്ച്, തന്നോട് തന്നെ പ്രാർത്ഥിച്ച് ഒരു തൃപ്തിയിൽ അവനും പോകുന്നേ ഇല്ലേ? ആ പോകുന്നതിൻ്റെ സന്തോഷത്തോടെ അവൻ്റെ മുഖത്തിന് ചിരിയൊക്കെയുണ്ട്. പക്ഷേ ചുങ്കക്കാരൻ എങ്ങനെയാ പോയേ? അവൻ്റെ മുഖത്ത് ചിരിയൊന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഒരു വേദനയും ദുഃഖം. അല്ലേ നമ്മളിങ്ങനെ വായിക്കുന്നത്. അവൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കുവാൻ തുനിയാതെ നെഞ്ചത്തടിച്ചുകൊണ്ട്, ദൈവമേ ഞാൻ പാപിയായൊരു മനുഷ്യൻ എന്നോട്. പക്ഷെ അവൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. പുറമേ കണ്ടാൽ സന്തോഷമൊന്നുമില്ല, അവൻ്റെ ഉള്ളിൽ മുഴുവൻ സന്തോഷമുണ്ട്. പക്ഷേ പരിചയനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിൽ സന്തോഷമൊന്നുമില്ല. അവന് പുറമേ ഒരു സന്തോഷമൊക്കെ ഉണ്ട്, ചിരിയൊക്കെ ഉണ്ട്. പക്ഷെ അവൻ്റെ ഹൃദയം ദൈവമായിട്ട് നേരുള്ളതല്ല.
സൗരസ്വരംപര നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിലേക്ക് വന്നതിന് ശേഷം 50 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 50 സങ്കീർത്തനം അതിൻ്റെ 23-ാമത്തെ വാക്യം. 50-ാം സങ്കീർത്തനം 23-ാം വാക്യം. അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വായിക്കും, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കും, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കും. ഇവിടെ ഏതാ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കറിയാം, നമ്മളെല്ലാം ആരംഭിക്കുന്നത് പാപികളായിട്ടാണ്. എവിടെ നമ്മൾ തുടങ്ങുന്നത്? കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനോട്, കാരണം നമ്മളെല്ലാം മുഴുവൻ പാപത്തിലാണ് തുടങ്ങുന്നത്. പക്ഷേ ആ പാപത്തിൽ നമ്മൾ തുടങ്ങുന്നിടത്ത് നമ്മുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നു. നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിൽ പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ട് നിലവിളിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മൾ യേശുവിനെ തിരിച്ചറിയുന്നത്, ഞാൻ നിമിത്തമാണല്ലോ കർത്താവേ നീ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേ. നമ്മളത് കണ്ടിട്ട് നമ്മൾ അനുദപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. കർത്താവ്, എൻ്റെ പാപമാണല്ലോ നിന്നെ ഈ ക്രൂശിലേക്ക് നയിച്ചതെന്ന് ഓർത്ത് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ സ്വീകരിക്കുന്നു, കർത്താവിനെ കൈക്കൊള്ളുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് കൊണ്ട് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചു, നമ്മൾ ദൈവമക്കളായി തീർന്നു. ദൈവമക്കളായി തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് പാപബോധമാണ്, മാനസാന്തരം. തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ എന്താ പറയുന്നത്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപിയാ കർത്താവ്, എന്നിലൊരു നന്മയും വസിക്കുന്നില്ല. അവിടെ നമ്മൾ തുടങ്ങുന്നത്. ആ യാത്ര നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ എന്താ കാണുന്നത്? നമ്മുടെ ഉള്ളിലുള്ള തിന്മകളുടെ ആധിക്യം. ഒരു വശത്ത് നമ്മൾ ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും കാണുന്നു, മറുവശത്ത് നമ്മുടെ തിന്മയുടെ ആധിക്യം കാണുന്നു. നമ്മുടെ ഉള്ളിൽ തിന്മയുടെയും ദുഷ്ടതയുടെയൊക്കെ ആധിക്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പത്രോസിൻ്റെ ലേഖനത്തിൽ, യാക്കോബിലെ നമ്മളിങ്ങനെ വായിക്കുന്നു, ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളത്ര വലിയ ദുഷ്ടന്മാരാണ്, ആധിക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം സത്യസന്ധരാണെങ്കിൽ നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ദൈവമായിട്ട് കണ്ടുമുട്ടുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അവനെപ്പോഴും ഒരു ദുഃഖത്തിൻ്റെ ആത്മാവിലായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഇപ്പോൾ ദുഃഖിക്കുന്നവരായി നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്? നമ്മളതിനെക്കുറിച്ചാണ് ദുഃഖിക്കേണ്ടത്. സങ്കീർത്തനക്കാരൻ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നമ്മളെന്തിനെക്കുറിച്ചാണ് ദുഃഖിക്കേണ്ടത്? നമ്മുടെ പാപങ്ങളെക്കുറിച്ചാണ്, ഇല്ലേ? പക്ഷെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ദുഃഖിക്കാറുള്ളത്? കുടുംബജീവിതത്തിൽ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ഭർത്താവിൻ്റെ സങ്കടവും ദുഃഖവും പരാതിയെല്ലാം എന്തിനെക്കുറിച്ചാണ്? തൻ്റെ പാപത്തെക്കുറിച്ചല്ല, സഹോദരിയെക്കുറിച്ച് ഓർത്തിട്ടാണ് മുഴുവൻ ഭാരവും. എപ്പോഴും ചിന്തയിൽ മുഴുവൻ അതാ, സഹോദരൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചും മറുപടിയെക്കുറിച്ചും താഴ്മയില്ലാത്തതിനെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചും ശാഠ്യത്തെക്കുറിച്ചൊക്കെ ഓർത്ത് ഭർത്താവ് ഇങ്ങനെ, നമ്മൾ പറയാം, തീ തിന്നുക എന്ന് പറയുന്ന അവസ്ഥയിലാണ് നടക്കുന്നത്. അതിൻ്റെ അനന്തരഫലം എന്താ? എപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. കുടുംബജീവിതത്തിൽ ഒരിക്കലും സമാധാനം കണ്ടെത്താൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ആരുടെ പാവമായിരിക്കേണ്ടേ? ഒരു ഭർത്താവിന് മുമ്പിൽ ഭർത്താവിൻ്റെ പാവമായിരിക്കേണ്ടേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവെ, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എനിക്ക് ക്ഷമിക്കാനോ കരുണ കാണിക്കാനോ സ്നേഹിക്കാനോ മനസ്സലിവ് ഒന്നും ഇല്ലല്ലോ കർത്താവെ. എന്നെ രൂപാന്തരപ്പെടുത്തണം, നിൻ്റെ സ്വരൂപത്തോടെ രൂപപ്പെടുത്തിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം, ജീവൻ പുറത്തേക്ക് വരത്തക്ക ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുവരണം. അത് കാണാത്തപ്പോഴാണ് നമ്മൾ ദുഃഖിക്കേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. സാത്താൻ നമ്മളെ വഞ്ചിച്ചിട്ട് നമ്മുടെ അവസ്ഥ ഓർത്തിട്ടല്ല നമ്മൾ ദുഃഖിക്കുന്നത്, അല്ലേ? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. എപ്പോഴും ഒരു യഥാർത്ഥ വീണ്ടും ജനത്തിലേക്ക് വന്നൊരു വ്യക്തി തൻ്റെ പാപത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്നത്. അവന് മറ്റുള്ളവരുടെ പാപങ്ങൾ കാണാൻ നേരമില്ല. മറ്റുള്ളവരിൽ അവനെന്താ കാണുന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ച് ബലിപുരായനത്തിൽ അവനെന്താ ചിന്തിക്കുന്നത്? നിർമ്മലമായ, നീതിയായത്, ഘനമായത്, സൽകീർത്തി. പക്ഷെ തന്നെക്കുറിച്ച് തന്നെയോ? തൻ്റെ ഉള്ളിലുള്ള ഈ പാപത്തിൻ്റെ ആധിക്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അങ്ങനെ വെല്ലേറ്റി കിടക്കുന്ന ഒരാൾക്ക് ചെറിയ ചെറിയ ചലനങ്ങളുണ്ടാകുന്നു കേൾക്കുമ്പം അവരെ സ്നേഹിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്.
ശരിയല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഒരു അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്നത് വിചാരിക്കുക. നമ്മൾ പുറത്ത് കാത്തിരിക്കുന്നു, ആകെ ഭാരവും പ്രയാസവും ടെൻഷനും കേട്ടിരിക്കുമ്പം ഡോക്ടർമാരും നഴ്സുമാരൊക്കെ വന്ന് കുറേശ്ശെ വ്യത്യാസമുണ്ട്, ആൾ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ആത്മീയമായിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു സഭയോടുള്ള ബന്ധത്തിൽ സൗരസേവന്മാരുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന കാണുമ്പോൾ ഉത്തരവാദിത്തമുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കാണുന്നില്ലെങ്കിലോ ഭയങ്കര ഒരു ഭാരവും വിഷമവും ദുഃഖവും നെടുവീർപ്പൊക്കെ ആയിരിക്കും അവരുടെ ഉള്ളിലുണ്ടാകുന്നത്. അല്ലേ? പൗലോസപ്പസും കോരിന്ത് വിശ്വാസികളോട് പറഞ്ഞു, ഞങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് ആരാ? നിങ്ങൾ മാനസാന്തരപ്പെടും തോറും ഞങ്ങളുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളത് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധം മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ പാപമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. സാത്താൻ പലപ്പോഴും ആ നിലയിൽ ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. അപ്പോസ്തലനായ യോഹന്നാൻ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പം ദൈവം തരുന്ന വെളിച്ചം നമ്മുടെ പാപങ്ങളെക്കുറിച്ചാണ് വെളിച്ചം തരുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഒളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, നമ്മളെപ്പോഴാണ് നമുക്ക് ഒളിച്ചിരിക്കേണ്ടി വരുന്നത്? എപ്പോഴാണ്? ഇപ്പം ഞാൻ പറയുക, ഞാൻ കോപിക്കൊന്നും ചെയ്യാത്ത നല്ലൊരു ഭർത്താവാന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം നിങ്ങളെൻ്റെ വീട് സന്ദർശിക്കാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഞാനെങ്ങാനും കോപിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുമോ എന്നുള്ളൊരു ഭയത്തിലായിരിക്കും ഞാൻ ജീവിക്കുന്നത്. അതേസമയം ഞാൻ സമ്മതിക്കുക, ഞാൻ പൂർണ്ണനല്ല, മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ കോപമൊക്കെ വരാറുണ്ട്. പക്ഷേ പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ട്? മറ്റേതെന്തായിരുന്നു? കോപം വന്നാൽ അകത്തുള്ളതെല്ലാം പുറത്തു വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തു ചെയ്യും? സദൃശമായി നമ്മൾ വായിക്കുന്ന പോലെ ഭോഷൻ തൻ്റെ കോപത്തെ മുഴുവൻ വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു പറഞ്ഞല്ലേ. അങ്ങനെയാണ് ഇല്ലേ? അതുകൊണ്ടാണ് എഫെസ്യൻ നമ്മളോട് പറയുന്നത്, കോപിക്കരുത്. അടുത്തതെന്താ? കോപിച്ചാൽ പാപം ചെയ്യരുത്. അടുത്തതെന്താ? നിങ്ങളുടെ കോപം. അപ്പോൾ ആ ഒരു യഥാർത്ഥ വചനത്തെ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കോപിച്ചെന്നും കണ്ട് ആരെങ്കിലും കണ്ടെന്നും കണ്ട് അവന് ടെൻഷനോ അസ്വസ്ഥയൊന്നുമില്ല. അവൻ വളർപ്പെടുന്നു, മാനസാന്തരപ്പെടും, ഏറ്റുപറയും, ഉപേക്ഷിക്കും. അതേസമയം അങ്ങനല്ല, ഞാനിവിടേക്ക് എത്തിയെന്ന് നടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളിലെല്ലാം പാപമുണ്ട്, നമ്മൾ വീഴാറുണ്ട്, പരാജയപ്പെടാറുണ്ട്. വീഴുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? എഴുന്നേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ദൈവജനത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങനെ. കാരണം നമ്മൾ പലപ്പോഴും വീണു പോകുന്നവരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വീഴുന്നത്? നമുക്ക് ആത്മീയ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഴുന്നത്. എപ്പോഴൊക്കെ വീഴുന്ന അന്നേരമൊക്കെ എന്ത് ചെയ്യാനാണ് ദൈവം? ഒരു താഴ്മയുള്ള മനുഷ്യൻ എന്താ ചെയ്യുക? ദൈവം പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കും. വീണ ഉടനെ എഴുന്നേക്കാൻ പറഞ്ഞാൽ താഴ്മയുള്ള ഒരാളാണ് എന്ത് ചെയ്യും? എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പാപം ചെയ്തതിനോട് ക്ഷമിക്കണം. അപ്പം നമ്മുടെ ഈ യാത്രയിൽ, ഈ ആത്മീയ യാത്രയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ആരും ഞങ്ങൾ വിശുദ്ധരാണെന്നുള്ള ഒരു നടനത്തിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളൊക്കെ തെറ്റിപ്പോയാലാണ് ഇല്ലേ? ഇപ്പം നമുക്കറിയാം, യഥാർത്ഥ ബലാത്കാരത്തിൻ്റെ ആത്മാവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാവീദിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. താൻ വീണു, ബോധ്യം വന്നപ്പോൾ എന്ത് ചെയ്തു? അനുദപിച്ചു, ദുഃഖിച്ചു, ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു, വീണ്ടും കർത്താവിനോട് ചേർന്ന് നടന്നു. നമ്മളും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വീഴ്ച വരുന്നു എന്നുള്ളത് കൊണ്ട് നാം ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൽ നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യെരൂശലേമേ നീ യെരൂശലേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഭയ്ക്ക് തുല്യമാണ്. അപ്പോൾ സഭയോടുള്ള സന്ദേശമാണ് യെരൂശലേമേ നീ അപ്പോൾ യെരൂശലേം രക്ഷിക്കപ്പെട്ടതല്ലേ? അതെ, വീണ്ടും പറയുകയാണ്, നീ രക്ഷിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യണം? നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളക. നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്നിലിരിക്കും. അപ്പം നമ്മുടെ പ്രശ്നം അതാ, നമ്മുടെ വിചാരങ്ങളുമുണ്ട്, ദൈവത്തിൻ്റെ വിചാരങ്ങളുമുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരാൾ ആറ് വിചാരങ്ങളനുസരിച്ച് നടക്കേണ്ടിയേ, ദൈവത്തിൻ്റെ വിചാരങ്ങളനുസരിച്ച് നടക്കേണ്ടിയേ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ വിചാരങ്ങളനുസരിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അരുൺ ബ്രദർ കഴിഞ്ഞ മുമ്പിലത്തെ ഞായറാഴ്ച 1-ാം സങ്കീർത്തനം തിന്നൊരു പ്രബോധന വാക്യങ്ങൾ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിനിടയായി തീർന്നു. 1:1 എന്താ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. അതിനെക്കുറിച്ച് 36-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ കുറേ കൂടെ വിശാലമായിട്ട് ആ കാര്യം പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ 36-ാം അധ്യായത്തിൻ്റെ സങ്കീർത്തനം 36-ന്റെ 1-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ
പാപോദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അവൻ ചെയ്യുന്നതല്ല, തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയിൽ എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. അപ്പം ദുഷ്ടൻ്റെ വിചാരം എന്താ? തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്ന് അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. ആവർത്തന പുസ്തകം 29 അധ്യായത്തിൽ ദൈവം ഇസ്രായേലിന് കൽപ്പന കൊടുക്കുമ്പം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകം 29 അധ്യായത്തിൽ അതിൻ്റെ 18 വാക്യം, ആവർത്തനം 29:18 അതിങ്ങനെ നമ്മൾ വായിക്കുന്നത്: അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്നെത്താൻ അനുഗ്രഹിക്കും. ദൈവം പറഞ്ഞത് എന്താ? ശാപഗ്രസ്തമാണ്, നീ നശിച്ചു പോകും. പക്ഷെ അവനോട് തന്നെ പറയുന്നത് എന്താ? അങ്ങനെയുള്ളവൻ ഈ ശാപനകൾ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. പാപത്തോടുള്ള ബന്ധത്തിലുള്ളൊരു മനോഭാവത്തെ ഇത് കാണിക്കുന്നത്. ദൈവത്തിനും വളരെ സ്ട്രിക്റ്റായിട്ട് ശക്തമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ നാം നമ്മളെക്കുറിച്ച് തന്നെ എന്താ ചിന്തിക്കുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ മത്സരിച്ചാലും ശാഠ്യം കാണിച്ചാലും കൈപ്പോടിരുന്നാലും എനിക്ക് അനുഗ്രഹം വരുമെന്നുള്ളൊരു ചിന്തയാണ്. അതുപോലെ തന്നെ 3 വാക്യം 36 സംഗീതം 3 വാക്യത്തിലേക്ക് വരുമ്പം നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു, ബുദ്ധിമാനായിരിക്കുന്നത് നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ്റെ ചിന്തകളെന്താ? തുടർന്ന് 4 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു, കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു, ദോഷത്തെ വെറുക്കുന്നതുമില്ല. നമുക്കറിയാം, യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്. ദുഷ്ടൻ എന്ത് ചെയ്യല? ദോഷത്തെ വെറുക്കുകയില്ല. അപ്പം നമ്മൾ ദൈവജനത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നടക്കാത്തടത്ത് നമുക്ക് തെറ്റിപ്പോകും. നമ്മളുടെ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം കൽപ്പന കൊടുത്തൊരു കാര്യമുണ്ട്. ഈ ശത്രു രാജ്യങ്ങളുടെ കുഞ്ഞുങ്ങളോട് പോലുള്ള നമ്മുടെ നിലപാടെന്തായിരിക്കണം? അവരുടെ ശിശുക്കളെ, ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചതാണ്, കാലെ പിടിച്ച് പാറമേൽ അടിച്ചു കളിയുന്ന മനുഷ്യൻ ഒന്ന് ചിന്തിച്ച് വയ്ക്കും. മനുഷ്യ രീതിയിൽ ചിന്തിച്ചാൽ ഒരു മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ കാലെ പിടിച്ച് പാറയിലടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് ദൈവത്തിൻ്റെ പാപത്തോടുള്ള മനോഭാവത്തെയാണ് കാണിക്കുന്നത്. പാപത്തോട് നമ്മൾ അങ്ങനെ ഒരു മനോഭാവം എടുക്കേണ്ടത്. ഏറ്റവും ചെറുതാണെങ്കിൽ പോലും നമ്മൾ അതിനോട് എങ്ങനെ എടുക്കേണ്ടേ? ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് ഇടപെടേണ്ടേ. പക്ഷെ നമ്മൾ പലപ്പോഴും പാപത്തോട് വളരെ ദാക്ഷ്യത്തോടെ ഇടപെടുന്നതിന് അനന്തരഫലം എന്താ? ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ എന്താ മുറുകെ പറ്റുന്ന പാപം? നമ്മളെ വിട്ട് പോവാത്ത, നമ്മളെത്ര ഉപേക്ഷിക്കാൻ നോക്കിയാലും വിട്ടു പോവാത്ത. ഇപ്പോൾ സാത്താൻ എപ്പോഴും ശ്രമിക്കുന്ന അങ്ങനത്തെ ചില പാപങ്ങൾ നമ്മളെ അടിമപ്പെടുത്തിയിട്ട് നമ്മളെ നശിപ്പിക്കണമെന്നുള്ളതാണ് സാത്താൻ ലക്ഷ്യം. 10-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് 3-4 വാക്യങ്ങൾ കാണാനായിട്ട് കഴിയും. 10-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മതി. ഇവിടെ 3-ാമത്തെ വാക്യം പറയുന്നത് ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. നമ്മൾ ഇരമ്യാവ് വായിച്ചത് തന്നെയാണ്. അവൻ്റെ വിചാരങ്ങളിലാണ് അവൻ്റെ പ്രശംസ. പക്ഷേ ദൈവത്തിലല്ല പ്രശംസിക്കുന്നത്, ദൈവത്തിൻ്റെ വിചാരങ്ങളിലാണ്, ദൈവജനത്തിലാണ് പ്രശംസിക്കേണ്ടത്. തുടർന്ന് അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയും ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു മനോഭാവം ഉള്ളവരാണോ? ആണ്. ഇപ്പം അരുതം ദൈവം പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുമ്പം നമ്മളെന്താ പറയുന്നത്? ദൈവം ചോദിക്കുക എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമോ? ചെയ്യത്തില്ല. ഒരു സൗമ്യതയുള്ള താഴ്മയുള്ള ഒരാൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. അരുതം ദൈവം കൽപ്പിച്ചൊരു കാര്യം വീണ്ടും ചെയ്യുമ്പം ഇവിടെ വായിച്ച കാര്യം ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു. അതിൽ മീഖാപ്രവചനത്തിൽ നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. അതിൻ്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മീഖാപ്രവചനം: കിടക്കമേൽ നീതിയേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ
കഷ്ടം. നമ്മൾ 36-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ വായിച്ചായിരുന്നു, അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു, കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. നമ്മുടെ ചിന്തകളിൽ എന്താ ഉള്ളത്? നമ്മളോട് എന്ത്? അതുപോലെ 4-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 4-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. അടുത്ത വാക്യം, നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ, യഹോവയിൽ ആശ്രയം വെപ്പിൻ. മതി. ഇവിടെ കിടക്കാൻ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച്. എന്താ ധ്യാനിക്കേണ്ടിയേ? 1-ാം സങ്കീർത്തനം 3-ാം വാക്യം, അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങളുടെ കിടക്കമേൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ, നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. അപ്പം നമ്മുടെ കിടക്കമേൽ നമ്മൾ എന്താ ചിന്തിക്കാറുള്ളത്? പ്രത്യേകിച്ചും ഈ പ്രഭാതത്തിൽ നമ്മളൊന്ന് ഉണർന്ന് അലസരായി കിടക്കുന്ന കുറച്ച് സമയങ്ങളുണ്ട്. രാവിലെ എന്ത് ചിന്തയായിരിക്കും ആദ്യം നമ്മളിലേക്ക് വരുന്നത്? എനിക്കൊന്ന് സഹോദരിമാരൊക്കെയാണ് കാപ്പി അനത്തിനെക്കുറിച്ചും ചായ അനത്തിനെക്കുറിച്ച് കഞ്ഞിയും. പക്ഷേ സഹോദരന്മാരുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? മിക്കപ്പോഴും പാപത്തിൻ്റെ ചിന്തകളായിരിക്കും. അലസനായിട്ട് കിടക്കുമ്പോൾ നമുക്കറിയാം ദാവീദ് എപ്പോഴാണ് പാപം ചെയ്തേ? ദാവീദിൻ്റെ സൈന്യം ശത്രുരാജ്യത്തോടുള്ള പോരാട്ടത്തിലായിരുന്നു. അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പം ശരിക്കും ദാവീദ് എവിടെ ഇരിക്കേണ്ടതാ? രാജാവാണ് യുദ്ധം നയിക്കേണ്ടത്, യുദ്ധമുന്നണി നിൽക്കേണ്ടത്. പക്ഷേ നമ്മൾ വായിക്കുന്ന വൈകുന്നേരം ഉറക്കമൊക്കെ കഴിഞ്ഞ് മട്ടുപ്പാവുമേൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുന്നതും പാപത്തിലേക്ക് പോകുന്നതും. എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കിടക്കമേൽ ധ്യാനിച്ച് മൗനമായിരിക്കും. സഹോദരന്മാരെ, നമ്മൾ ഈ വചനങ്ങളെ ഗൗരവത്തോടെ എടുക്കേണ്ട വചനങ്ങളാണ്. നമുക്ക് രക്ഷപ്പെടാനുള്ള വചനങ്ങൾ ഇതൊക്കെയാണ്. സാത്താൻ എപ്പോഴും ഇങ്ങനെ നോക്കിയേ ഇരിക്കുന്നത്. നമ്മുടെ മനസ്സ് നിഷ്ക്രിയമായിരിക്കുമ്പോഴാണ് പാപത്തിൻ്റെ ചിന്തകൾ കൊണ്ട് ഇടുന്നത്. പാപത്തിൻ്റെ ചിന്തകൾ പെട്ടെന്ന് നമുക്കറിയാം. നമ്മൾ ആത്മീയമായിട്ട് കുറച്ച് വീക്കായിരിക്കുമ്പോഴാണ് എന്തൊക്കെയോ നമ്മൾ കണ്ടിട്ടുള്ള പാപത്തിൻ്റെ കാഴ്ചകളും ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പിന്നെയും കൊണ്ടിടുന്നത്. എല്ലാ പരീക്ഷകളും അങ്ങനെ ആരംഭിക്കുന്നത്. പക്ഷെ നമ്മൾ ജാഗ്രതയുള്ളവരാണെങ്കിലോ ആ ചിന്തകളെ അന്നേരെ എതിർത്ത് നിൽക്കുക. എങ്ങനെ ചിന്തകളെ എതിർക്കുന്നത്? ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് എതിർക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്താ നിറഞ്ഞിരിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനമാണ്. ഇല്ലേ? സങ്കീർത്തനക്കാരൻ നിൻ്റെ ന്യായപ്രമാണം എനിക്ക് പ്രമോദമായിരുന്നില്ലെങ്കിൽ. യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കന്യകമാരെക്കുറിച്ച് വിവാഹ സമയത്ത് വായിക്കുന്ന 45-ാം സങ്കീർത്തനത്തിൽ 45-ാം സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതരം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, നീതിയെ ദേഷിച്ച് നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ, പാപത്തെ വെറുത്ത് നീതിയെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു? നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയത്തിൽ മുഴുവൻ എന്താ? നമ്മൾ പാപത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ പാപത്തെ വെറുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആരുടെയും വഴക്ക് പിടിക്കുമോ? ഇരിക്കുമോ? നമ്മൾ പറയാറില്ല, ചില ആൾക്കാർക്കൊക്കെ ഈ നേരഭേദം ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അവരുടെ മുന്നേ പോയി നിൽക്കാൻ പറ്റത്തില്ല. അവരോട് സംസാരിക്കാൻ പെട്ടെന്ന് അവർ കോപിക്കും. പണ്ട് കാലത്ത് രാജാക്കന്മാരങ്ങനായിരുന്നു. നമ്മൾ എസ്തർ രാജ്ഞിയുടെ കാര്യത്തിൽ അത് വായിക്കുന്നുണ്ട്, ഇല്ലേ? രാജാവ് ചെങ്കോല് നീട്ടിയാൽ രക്ഷപ്പെട്ടു, ഇല്ലല്ലോ തല പോയത് തന്നെയാണ്. അപ്പം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് എന്താ? ഞാൻ രാജാവിന് മുഖം കാണിക്കാൻ ചെല്ലുമ്പോൾ രാജാവിന് നല്ല നേരം തോന്നാനായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ പോലെ ചിലർ. ആ ചിലരെന്ന് പറഞ്ഞാൽ ഈ പാപത്തിൽ രസിക്കുന്നവരാ. അവരുടെ ഉള്ളിൽ ചില സമയത്ത് എന്തുണ്ടാവും? ഒരു നല്ല നേരമൊക്കെ വരും. പക്ഷേ ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ സമയത്തും സന്തോഷവാനായിരിക്കും. എപ്പം വേണേലും അവൻ്റെ അടുക്കൽ ചെല്ലാം. നമ്മളങ്ങനെ ആണോ? എന്താ അത് കാണിക്കുന്നത്? അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ പാപത്തെ വെറുക്കുന്നില്ല എന്നുള്ളതാണ്, നീതിയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവൻ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നുകൊണ്ട്, അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പുതിയമത്തിലേക്ക് വരുമ്പോൾ എന്താ എൻ്റെ വാക്യം? എപ്പോഴും സന്തോഷിപ്പീൻ. ഇല്ലേ? സന്തോഷിക്കുന്ന നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിലും നമുക്കറിയാം. നമ്മൾ സന്തോഷത്തോടൊക്കെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ വരുന്നവനെ എടുത്ത് മടിയിലൊക്കെ വെക്കും.
ഇച്ചിരി ഇടഞ്ഞ് അസ്വസ്ഥമായിട്ടിരിക്കുന്ന ആമ്പിളാണ് വരുന്നെങ്കിൽ ഒരടിയും കൊടുത്ത് ഓടിച്ചു വിടും. ആത്മീയമായിട്ട് ചിന്തിച്ച് നോക്കിയേ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷിക്കാനാണ്. ആരാ എപ്പോഴും സന്തോഷിക്കുന്നത്? നമ്മളിവിടെ വായിച്ചതുപോലെ പാപത്തെ വെറുക്കുകയും നീതിയെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ പാപത്തെ അല്ലേ, ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം, നമുക്ക് ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ള കാലഘട്ടമാണ്. എല്ലാവരും ലോക്ക് ചെയ്തിടും. പ്രത്യേകിച്ചും സഹോദരിമാർ അല്ലെ ഭാര്യമാർ ഭർത്താക്കന്മാർ കാണാതിരിക്കാൻ, ഭർത്താക്കന്മാർ ഭാര്യമാർ, എന്താ ഇതിൻ്റെ കാരണം? മറ്റുള്ളവർക്ക് കാണാൻ പാടില്ലാത്ത പലതും ഇതിനകത്തുള്ളത് കൊണ്ടാണ്. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വല്ലതും ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പണ്ട് നമ്മൾ ഒരു കഥ പഠിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത്, ജീൻ വാൽജീൻ എന്നും പറഞ്ഞ ഒരാളുടെ, ഒരു ഫ്രഞ്ചിലെ ഒരു കള്ളനെക്കുറിച്ച്. അയാളെ ജയിലിൽ നിന്ന് ഇറക്കി വിട്ടു. അയാൾ നേരെ ഒരു ബിഷപ്പിൻ്റെ വീട്ടിൽ വന്നു. ബിഷപ്പ് പുള്ളിക്ക് അവിടെ കിടക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് കിടക്കാൻ സൗകര്യമൊക്കെ കൊടുത്തു. പാതിരായപ്പം പുള്ളിയുടെ വെള്ളിപ്പാത്രം അടിച്ചുകൊണ്ടും പോയി. അങ്ങനെ പോയി പോലീസിൻ്റെ കൈ വിട്ടു. പോലീസുകളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പം ബിഷപ്പ് പറഞ്ഞു, ഇത് ഞാൻ അവന് കൊടുത്താന്ന് പറഞ്ഞു. കട്ടമൊന്നുമല്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽ അടയ്ക്കാറില്ല, ആർക്കും കയറി വരാം, ആർക്കും പോവാം. ഇവൻ കട്ടതല്ല, ഞാൻ അവന് കൊടുത്തതാണ്. ആ പ്രതികരണം ആ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒളിക്കാനും മറയ്ക്കാനൊക്കെ ഉണ്ടേലേ നമ്മൾ അസ്വസ്ഥരായിരിക്കും. സഹോദരിയാണെങ്കിലും സഹോദരനാണെങ്കിലും സഭയിലെ മൂപ്പന്മാരുടെ ബന്ധത്തിലൊരു സത്യമാണ്. ഇപ്പം മൂപ്പന്മാർ സഹായിക്കാനാണ് വരുന്നത്, പക്ഷേ മൂപ്പന്മാരുടെ നേരെ എന്തിനാണ് കോപിക്കുന്നത്? എന്തൊക്കെയോ ഉള്ളിൽ മറയ്ക്കാനും ഒളിക്കാനൊക്കെ ഉണ്ട്. ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാത്ത, ഇരുളിൽ നടക്കുന്ന എന്തൊക്കെയോ മനോഭാവങ്ങളുണ്ട്. അത് വെളിച്ചത്തിലോട്ട് വരുമോ എന്നുള്ള ഭയമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടാൾക്കാരെക്കുറിച്ച്. ഒരു കൂട്ടർ എന്താ ചെയ്യുന്നത്? തങ്ങളുടെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കൊണ്ട് ധൈര്യത്തോടെ വെളിച്ചത്തിലേക്ക് വരുന്നു. മറ്റേ ആളോ തൻ്റെ പ്രവൃത്തിക്ക് ആശയം വരാതിരിപ്പം വെളിച്ചത്തിലേക്ക് വരുന്നില്ല, വെളിച്ചത്തെ പകിക്കുന്നു. ഇപ്പോൾ ഈ സഹോദരൻ വെളിച്ചമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു പാതിരായിക്ക് വിഷമിച്ച് കുത്തി തുറന്ന് കയറി മോട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലൈറ്റും അടിച്ചുകൊണ്ട് ചെന്നാൽ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും? മിക്കവാറും നമ്മുടെ ജീവൻ തന്നെ പോകും. കാരണം അവൻ്റെ ആഗ്രഹം ആരും കാണരുതെന്നാണ്, രഹസ്യത്തിൽ അവനത് ചെയ്യുന്നത്. അവിടോട്ട് വെളിച്ചം കൊണ്ട് ചെല്ലുന്നവന് ഇഷ്ടമല്ല. ആത്മീയമായിട്ട് ഇതൊരു സത്യമാണ്. നമ്മൾ പലപ്പോഴും ഇരുട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ സഭയ്ക്കുള്ളിൽ എന്താ വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇരുട്ടിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്ന ആളോട് എന്തായിരിക്കും തോന്നുക? സ്നേഹമാണോ തോന്നുക? വെറുപ്പാണ് തോന്നുക. അങ്ങനെ വെറുപ്പിനെ അഭിമുഖീകരിക്കുമ്പം ഈ വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്ന ആൾ സന്തോഷിക്കാൻ വേണ്ടി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ വെളിച്ചം ഉയർത്തിപ്പിടിക്കാനാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വെളിച്ചം അപ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകുമ്പം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തിട്ടാണ് ദുഷിക്കേക്കുന്നത്. അതിനകത്ത് നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, സന്തോഷിക്കാൻ വേണ്ടി. അപ്പോൾ സഭയ്ക്കുള്ളിൽ എപ്പോഴും നമ്മൾ ദൈവിക വെളിച്ചത്തിലേക്കാണ് വരേണ്ടത്. നമ്മുടെ പാപങ്ങളോടുള്ള ബന്ധത്തിൽ എന്താ വചനം നമ്മളോട് പറയുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക, അനുദപിക്കുക, ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെടുക. നമുക്ക് പാപമില്ലെന്ന് പറയുന്ന നമ്മെ തന്നെ വഞ്ചിക്കുന്ന സത്യം നമ്മളിൽ ഇല്ലാതെയായി. നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചാലും നമ്മളോട് കൊരിന്ത്യർ ലേഖനത്തിൽ എന്താ പറയുന്നത്? 7-ാം അധ്യായത്തിൽ ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമഷവും നീക്കി ദൈവത്തിൽ. ഈ ആത്മാവിലും കൺമഷമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഇവിടെയും കപടമുണ്ട്, ആത്മാവിൽ കപടമുണ്ട്. നമ്മുടെ എല്ലാം ആത്മാവിൽ കപടമുണ്ട്. പക്ഷെ നമ്മൾ നടിക്കുന്നത് എന്താ? ഹേയ് എനിക്കോ, ഞാനോ അല്ലേ? അങ്ങനെ പലപ്പോഴും പ്രതികരിക്കുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. മോഹമുണ്ടോ? എനിക്കോ? അയ്യേ. പക്ഷെ സത്യം എന്താ? നമ്മൾ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളിൽ കപടമുണ്ട്. ദൈവം നമ്മളൊരു ശരീരമായിട്ട് പണിയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ, കാലി കഴുകാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഞാൻ നിങ്ങളുടെ കാലി കഴുകി, നിങ്ങളും അന്യോന്യം കാലി കഴുകുക. കാലെന്തിനെ കാണിക്കുന്ന? നമ്മുടെ ജീവിതത്തെ, നടപ്പിനെ കാണിക്കുന്ന. ഈ നടക്കുമ്പോൾ എന്ത് പറ്റും? മാലിന്യം പറ്റും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്നിരിക്കുകയല്ല, നമ്മുടെ പുറകെ വരുന്ന സഹോദരനായിരിക്കും നമ്മുടെ കാലയിലെ മാലിന്യം കാണുന്നത്. അപ്പോൾ ആ സഹോദരൻ കഴുകാൻ വരുമ്പോൾ നമ്മൾ ഇതിനാ സഹോദരനെ നേരെ ആക്രമിക്കാൻ തിരിയുന്നത്? അതിന് കാരണം നമുക്ക് മാലിന്യമൊന്നും ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ശരിക്കും നമ്മളെ സഹോദരൻ എന്താ പറയേണ്ടേ? സഹോദര നന്ദി, എന്നെ കഴുകിയതിന്, എന്നെ തിരുത്തിയതിന്, എന്നെ ശാസിച്ചതിന് നന്ദി. നമുക്ക് അങ്ങനത്തെ ഒരു ഹൃദയം കിട്ടിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത അത് നന്ദി കൊണ്ട് നിറഞ്ഞതാണ്. യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നിമിത്തം ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നവന് പോലും പ്രതിഫലം കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ ചിന്തിച്ചു, ഈ വെള്ളം ആരുടെയാ? ഈ പ്രപഞ്ചവും ഇതെല്ലാം സൃഷ്ടിച്ച
കർത്താവിൻ്റെ വെള്ളം നമ്മൾ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്ത് അതിൻ്റെ പേര് നമുക്ക് പ്രതിഫലം തരുമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയം ഒന്ന് ചിന്തിച്ച് നോക്കി. പക്ഷെ നമ്മളോ, നമുക്ക് നന്ദിയുണ്ടോ? ഇല്ല, നമ്മൾ നന്ദിയുള്ളവരല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പീൻ. അപ്പോൾ ഏതിനാണ് നമ്മൾ കൂടുതൽ നന്ദി കാണിക്കേണ്ടേ? നമ്മൾ പലപ്പോഴും ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒരാൾ നമ്മളെ സഹായിച്ചാൽ ഭയങ്കര നന്ദിയൊക്കെ പറയും, നന്ദിയൊക്കെ കാണിക്കും. പക്ഷെ അതിനേക്കാൾ നമ്മൾ നന്ദി കാണിക്കേണ്ട ഏത് കാര്യത്തിലാണ്? ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. കാരണം ഈ ഭൗതികം അത് എത്ര നാളത്തേക്കിനുണ്ട്? താൽക്കാലികമാണ്. മറ്റേത് നിലനിൽക്കുന്ന നിത്യവുമാണ്. ആ നിത്യമായതുള്ളിലേക്ക് നമ്മളെ നയിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കേണ്ടത്. നമുക്കങ്ങനത്തെ നന്ദിയുണ്ടോ? അങ്ങോട്ട് നയിക്കുന്ന വഴികളിൽ ശാസനയുണ്ട്, തിരുത്തലുണ്ട്, ഇല്ലേ? അപ്പം നമ്മുടെ തിരുത്തലിനുള്ള മറുപടി എന്താ? എബ്രാഹിം നമ്മളത് സ്ഥിരം വായിക്കുന്നൊരു കാര്യമാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെ ശാസിക്കുന്നു, കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ആരിലൂടെയാണ് തല്ലുന്നത്? കർത്താവ് മിക്കവാറും ഒരു പിള്ളേരെ തല്ലുന്ന ആരിലൂടെയാണ്? മാതാപിതാക്കളിലൂടെയാണ്. ഇല്ല, ഒരു ഭാര്യയെ തിരുത്തുന്ന ആരിലൂടെ ആയിരിക്കും? ഭർത്താവിലൂടെ ആയിരിക്കും കൂടുതൽ സമയം. സഭയിലുള്ളവരെ തിരുത്തുന്ന സഭയിൽ ദൈവം ഉത്തരവാദിത്തത്തിലാക്കി വെച്ചവരിലൂടെ ആയിരിക്കും. നമുക്ക് അവരോടുള്ള മനോഭാവം എന്താ? നന്ദിയാണോ വെറുപ്പാണോ? നമ്മുടെയൊക്കെ ചിന്ത എന്താ? ഞാൻ പൂർണ്ണനാണ്, എന്നെ തിരുത്താൻ യോഗ്യതയുള്ള ആരും ഈ ചർച്ചിനുള്ളിൽ ഇല്ല എന്നാണ് നമ്മുടെ ചിന്ത. ഉന്നത ഭാവത്തോടെ നമ്മളിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരുത്താൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുരച്ചുകൊണ്ട് അവരുടെ നേരെ ചാടുന്നത്. അസ്വസ്ഥരായിട്ട് ഇല്ലേ, കറുത്ത മുഖത്തോടെ നമ്മൾ പ്രതികരിക്കുന്നത് എന്താ? ശരിക്കും നമ്മളെ തിരുത്താൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശൈശവാവസ്ഥയും കാണിക്കുന്നുണ്ടത്. ചെറിയ പിള്ളേരെ ഒരു മുറിവ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആശുപത്രി കൊണ്ടുചെന്ന ഡോക്ടർമാരോട് അവരെന്താ ചെയ്യുന്നത്? ഡോക്ടറെ കടിക്കും, തൊഴിക്കും, ചവിട്ടും, തുപ്പും, അല്ലേ? അതേസമയം നമ്മളൊക്കെ ചെല്ലുകയാണെങ്കിൽ നമ്മളങ്ങനെ വല്ലതും ചെയ്യുമോ? നമ്മളെ സ്റ്റിച്ച് ഇടാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഡോക്ടറെ തുപ്പുവോ ചവിട്ടുവോ വല്ലതും ചെയ്യുമോ? ഇല്ല. വേദനയൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ എന്ത് ചെയ്യും? കടിച്ചു പിടിച്ച് സഹിക്കും. പക്ഷേ കുഞ്ഞു പിള്ളേരാണ് എന്ത് ചെയ്യും? ഡോക്ടറെ തിരിച്ച് ആക്രമിക്കും. നമ്മുടെയും ആത്മീയ അവസ്ഥയിൽ അങ്ങനെയൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. നമ്മളെല്ലാം ശിശുക്കളെ ആയിട്ടാണ് തുടങ്ങുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കാൻ പാടില്ല, ശിശുക്കളായിരിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തായിരിക്കാനാണ് അപ്പോസ്തലൻ പറഞ്ഞേ? നമ്മൾ ശിശുക്കളായിരിക്കേണ്ട ഒരു തലം പറയുന്നുണ്ട്. പറയാമോ? തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, നന്മയ്ക്കോ മുതിർന്നവരാകുകയും. നന്മ എന്ന് പറഞ്ഞാൽ എന്താ? നന്മ എന്ന് പറയുമ്പോഴും നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്. ദൈവം നന്മ എന്ന് പറയുന്നത് നമ്മളെ ദൈവിക സ്വഭാവത്തിലേക്ക് നടത്തുന്ന കാര്യങ്ങളാണ് നന്മ എന്ന് പറയുന്നത്. നമ്മൾ നന്മ എന്ന് പറയുന്നത് എന്താ? വല്ല ലോട്ടറി അടിക്കുന്നതോ പിള്ളേർക്ക് റാങ്ക് കിട്ടുന്നതോ ജോലി, അതിനെയാണ് നമ്മൾ നന്മ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ അതാ വരുന്നത്. ആ നന്മയല്ലേ ഇവിടെ കൊണ്ട് തീരുന്ന താൽക്കാലിക നന്മകളാണ്. ശാശ്വത നന്മ എന്ന് പറഞ്ഞത് എന്താ? ആത്മീയ സ്വഭാവമാണ്. നമ്മളെ അങ്ങോട്ട് നടത്തുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ മൂല്യങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യം. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ ദുഷ്ടൻ്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളിലുണ്ടോ? നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ടെങ്കിലും ദുഷ്ടന്മാരെ ആലോചനപ്രകാരം നടക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒറ്റ വാക്യത്തിൽ ദുഷ്ടൻ്റെ ആലോചനപ്രകാരം നടക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2-3 വാക്യങ്ങളാണ്. തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. പാപത്തിൽ തുടരാൻ, ഇരുട്ടിലിരിക്കാൻ തന്നെ തന്നെ ഉത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥ. പക്ഷെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വന്നൊരു വ്യക്തി എന്താ ചെയ്യുന്നത്? അല്ല, ചില പിള്ളേരെയൊക്കെ കാണാം, എന്തെങ്കിലും കുസൃതിയെ കാണിച്ചിട്ട് വന്നിട്ട് പറയും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അവിടെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് പറയും. ശരിക്കും അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിനോട് ഇഷ്ടമായിരിക്കും. ചിലരുണ്ട് ഇതെല്ലാം കാണിച്ചിട്ട് എനിക്ക് അറിയത്തുപോലും, ഞാൻ കണ്ടുപോലും ഇല്ലെന്ന് പറയും. അവരോട് ആ മാതാപിതാക്കളുടെ മനോഭാവം എന്തായിരിക്കും? ഒരകൽച്ചയായിരിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവം വെളിച്ചത്തിലേക്ക് വരുന്നവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. കാരണം ദൈവം വെളിച്ചമാണ്, അവൻ ഇരുട്ടൊട്ടുമില്ല. നാം വെളിച്ചത്തിലേക്ക് വരുന്ന ദൈവത്തിന് ഇഷ്ടം. നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ, വീഴ്ചകൾ, അവിശ്വസ്തകൾ, നന്ദികേടുകളെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് കർത്താവിലേക്ക് വരുമ്പം കർത്താവിൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷമാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് സ്നേഹിക്കുന്നു. അമ്പാസങ്കീർത്തനം നമ്മൾ വായിച്ച് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എൻ്റെ രക്ഷയെ കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വഴിയെ നമ്മൾ ഈ ഉപദേശത്തിനനുസരിച്ച് അനുസരണത്തിൻ്റെ വഴിയിൽ നമ്മൾ പോകും തോറുമാണ് ഈ രക്ഷ കൂടുതൽ നമ്മൾ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. എവിടെ നിന്നുള്ള രക്ഷയാണ്? ഈ ദണ്ഡനത്തിൽ നിന്നുള്ള രക്ഷ, മനോപീഡകളിൽ നിന്നുള്ള രക്ഷ, കയ്പിൽ നിന്നും വെറുപ്പിൽ നിന്നുള്ള രക്ഷ, ദൈവിക സ്വഭാവത്തോട് പങ്കാളികളായിത്തീരുന്ന രക്ഷയാണ്. എപ്പോഴും സന്തോഷിക്കുന്നൊരവസ്ഥ, സമാധാനത്തോടെ ഇരിക്കുന്ന അവസ്ഥ, വെറുപ്പില്ലാത്ത, കയ്പില്ലാത്ത
അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു രക്ഷയിലേക്ക് ദൈവം നമ്മളെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് സൗരസ്വന്മാരെ നമുക്ക് അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് പോകാം. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് നമ്മൾ പാടിയപ്പം സമർപ്പണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പാടിയായിരുന്നു. പക്ഷെ നമ്മൾ എത്ര പേര് സമർപ്പിച്ചിട്ടുണ്ട്? ഒരു വലിയ രോഗമായിട്ട് നമ്മൾ ആശുപത്രി ചെല്ലാറുണ്ട്. അപ്പം ഡോക്ടർ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പറയും ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ട്, എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറയും. ശരിയല്ലേ? ഒപ്പിട്ട് കൊടുക്കാൻ പറയും. രോഗി ഒപ്പിടണം, ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒപ്പിടണം. എന്നെ ഒപ്പിട്ട് കൊടുക്കുന്നത് ഈ ചികിത്സയ്ക്കിടയിൽ മരിച്ചാലും എല്ലാ ഉത്തരവാദിത്വവും എൻ്റേതാണ്, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ്. തന്നെത്താൻ എന്തു ചെയ്യുക? ആ ഡോക്ടറുടെ കയ്യിലോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരാതി വല്ലതും ഉണ്ടോ? പിന്നെ പരാതിയൊന്നുമില്ല, ഒരു പിറുപിറുപ്പുമില്ല. അവൻ സന്തോഷവാനാണ്. കാരണം എന്താ? മനഃപൂർവ്വം സ്വയമായിട്ടാണ് അവന് ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മളും അങ്ങനെ തന്നെയാണ് കർത്താവിൻ്റെ കൈ കൊടുക്കേണ്ടത്. കർത്താവ് എന്നിട്ട് നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, നശിപ്പിച്ച് കളയുന്ന എല്ലാം നമ്മളിൽ നിന്ന് നീക്കുന്നൊരു പ്രക്രിയയാണ്. എല്ലാ പാപത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് ശുദ്ധീകരിച്ച് തൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തി നിത്യസന്തോഷത്തിനുടമയാക്കി തീർക്കുന്നൊരു പ്രക്രിയയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കാം. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദുഷ്ടൻ്റേതായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ? ദുഷ്ടൻ്റെ മനോഭാവങ്ങൾ, ചിന്തകൾ, ഇടപെടലുകൾ, സംസാരം ഉണ്ടെന്ന് കണ്ടെത്തുന്നിടത്ത് നമുക്ക് മാനസാന്തരപ്പെടാം. കർത്താവിനോട് പറയും, കർത്താവിനെ ശുദ്ധീകരിക്കണം, എന്നെ രക്ഷിക്കണം, ഈ സ്വഭാവങ്ങൾ തന്നെ വിടുവിച്ച് എന്നിൻ്റെ സ്വരൂപത്തോടെ തന്നെ അനുരൂപരാക്കണമെന്ന് നിലവിളിയുമായിട്ട് നമുക്ക് കർത്താവിനെ അന്വേഷിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.